നമുക്ക് ബഷീർ കേട്ട ബാല്യകാല സഖി എന്ന പുസ്തകം, ആ കഥ നമുക്കൊരു ആൽബമാക്കി മാറ്റണം. പ്രിയമുള്ളവരെ നമസ്കാരം. എല്ലാവർക്കും രേഷ്മ CK വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 5-ാം തീയതി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 31ാം ചരമവാർഷികം. ഇതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ കഴിമ്പറം പാട്ടുളങ്ങര ദേശത്തു നിന്നും ഞങ്ങളൊരു 10-17 പേരടങ്ങുന്ന ഒരു സംഘം ബേപ്പൂരിലേക്ക് വന്നിരിക്കുകയാണ്. ബേപ്പൂർ സുൽത്താൻ്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങൾ ബേപ്പൂർ തുറമുഖത്തെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ബേപ്പൂരിൽ അരങ്ങേറുന്ന വിശേഷങ്ങളും ആ സാഹിത്യാരാധകൻ്റെ മണ്ണിലേക്ക് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആയിരങ്ങൾ ഒഴുകുന്ന കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാം. തീർച്ചയായും ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏറെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂട്ടുകാരനായ സേതുമാധവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. നമുക്ക് ബഷീർ കേട്ട ബാല്യകാല സഖി എന്ന പുസ്തകം, ആ കഥ നമുക്കൊരു ആൽബമാക്കി മാറ്റണം. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഞാൻ എഴുതാൻ പോവുകയാണ്. അവൻ എഴുതി. എൻ്റെ മറ്റൊരു കൂട്ടുകാരനായ രൂപേഷ് അതിന് സംഗീതം കൊടുത്തു. എൻ്റെ മറ്റൊരു കൂട്ടുകാരനായ ഭാനുപ്രകാശ് അവൻ ആ പാട്ട് പാടി. അവൻ്റെ കൂടെ ബെൻസിറ എന്ന് പറഞ്ഞ മറ്റൊരു ഗായികയും പാടി. ആ ആൽബത്തിൽ ഞാനും ആരതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അഭിനയിച്ചു. കബീറും ഞങ്ങൾ 3 പേരും അഭിനയിച്ചു. ആ ആൽബം വലിയ സന്തോഷമുണ്ടാക്കി തന്നു. രാജകുമാരി എന്നാണ് ആൽബത്തിൻ്റെ പേര്. ഇന്നിങ്ങോട്ട് വരാൻ കാരണം ഈ ആൽബം പല സ്ഥലത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ബഷീർക്കയുടെ വീട്ടിൽ വെച്ച് ഈ പാട്ടൊന്ന് പ്രദർശിപ്പിക്കണം. അങ്ങ് സ്വർഗത്തിലിരുന്ന് ബഷീർക്ക ആ പാട്ട് കേൾക്കുമായിരിക്കും എന്ന ഒരു ചിന്ത. അപ്പം അതിനു വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ പറഞ്ഞത്. അനീസ്കയോട് ഞങ്ങൾ ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഈ ആൽബം ഞങ്ങൾക്കുണ്ടാക്കി തന്ന ഭാഗ്യം, എനിക്കുണ്ടാക്കി തന്ന ഭാഗ്യം. ഞാനാണ് ഈ ആൽബം സംവിധാനം ചെയ്തത്. അതിലെ പ്രധാന കഥാപാത്രം ചെയ്തതും ഞാനാണ്. ദൃശ്യത്തിൽ കാണുന്നത് നാട്ടുകാര്യം പത്രമാസികയുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ സുൽത്താനെ ആസ്പദമാക്കി നടത്തിയ വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായ ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ മകൻ അനീഷ് ബഷീർ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ബഷീർ കഥകളിലൂടെ പ്രശസ്തമായ മാംഗോസ്റ്റിൻ മരത്തിന് താഴെ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞതിൽ കുട്ടികളും രക്ഷിതാക്കളും ഒപ്പം ഈ ചടങ്ങ് നടത്താനായതിൽ ഞങ്ങളും ഏറെ സന്തുഷ്ടരായി.